ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ സ്വർണം പൂശാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ബംഗളൂരു വ്യവസായി ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ ആരാണ്? ഇയാൾ ആരുടെ ബെനാമിയാണ്? ട്രസ്റ്റികളും ഉദ്യോഗസ്ഥരും മാത്രം കൈകാര്യം ചെയ്യേണ്ട ജോലികളിൽ മൂന്നാമതൊരു ആളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കൈകടത്താനായി? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും പ്രവൃത്തികളും ദുരൂഹമാണ് എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ തന്നെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത്രയും കാലം അയ്യപ്പനെ വെച്ച് ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ച് കഴിഞ്ഞിരുന്ന ഇയാളുടെ യഥാർത്ഥ മുഖം ആരും തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം പുളിമാത്ത് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു കോരമംഗലക്കടുത്ത് ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടാണ് നേരത്തെ ജോലി ചെയ്തിരുന്നത്. പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ വിവരപ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ബ്ലേഡ് പലിശക്കാരൻ കൂടിയാണ്. ചെറിയ പലിശയ്ക്ക് പണം വായ്പയെടുത്ത് അതിന്റെ 10 മടങ്ങ് പലിശയ്ക്ക് വായ്പ നൽകി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയാണ് തുടക്കം. ശബരിമല ക്ഷേത്രവുമായി വലിയ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്ത് കർണാടകയിലെ ധനികരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത്. ഇതോടെയാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ സമ്പന്നരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് വിശ്വാസം പിടിച്ചുപറ്റുന്നത്. കൂടാതെ ചില ഉദ്യോഗസ്ഥരുടെയും ശാന്തിമാരുടെയും ഉറ്റത്തോഴനായ ഇയാൾക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യമാണ്. വ്യവസായികൾക്കടക്കം ദർശന സൗകര്യം ഏർപ്പെടുത്തി നൽകും. പടിപൂജയിലടക്കം ക്രമവിരുദ്ധ ഇടപെടലുകൾ നടത്തി. അഷ്ടാഭിഷേകം എന്ന പുതിയ വഴിപാട് തുടങ്ങിയതിന് പിന്നിലും ഇയാളാണ്. മുൻപ് തീർത്ഥാടന കാലത്തും മാസപൂജാ വേളകളിലും മാത്രമാണ് പടിപൂജ ബുക്കിംഗ് ഉണ്ടായിരുന്നത്. ഇതല്ലാതെ നട തുറക്കേണ്ടി വരുന്ന പ്രത്യേക ദിവസങ്ങളിൽ പടിപൂജ നടത്താൻ ആളുകളെ എത്തിച്ചിരുന്നത് ഇയാളാണ്. ഇതിനായി ഭക്തരിൽ നിന്ന് വൻതുക അധികമായി ഈടാക്കിയിരുന്നു. പല സമർപ്പണങ്ങളും നടത്താനുള്ള ഇടനിലക്കാരനായതോടെയാണ് അന്യസംസ്ഥാനക്കാർക്കിടയിൽ സ്പോൺസർ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. പണക്കാരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള സ്പോൺസർഷിപ്പായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ പണം സമാഹരിച്ച് സന്നിധാനത്ത് അന്നദാനത്തിന്റെ സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. 6 ലക്ഷം രൂപയാണ് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത്. എന്നാൽ ഇതിന്റെ 5 ഇരട്ടി ഇയാൾ സമാഹരിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. സാധുക്കളായവർക്ക് അയ്യപ്പ ഭക്തരുടെ സഹായത്താൽ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കായംകുളം കണ്ണമ്പള്ളിയിലാണ് 2 നിർധനർക്ക് വീട് വെച്ചു കൊടുത്തത്. ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താത്ത 2 അയ്യപ്പ ഭക്തരായിരുന്നു സാമ്പത്തിക സഹായം നൽകിയത്. ശബരിമലയിലെ എല്ലാ കാര്യത്തിലും തെറ്റായ ഇടപെടലുകൾ ഇയാൾ നടത്തിയെന്ന വിവരങ്ങളാണ് എന്തായാലും പുറത്തു വരുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉപയോഗിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായി വിജിലൻസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. 2019 അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കുകയും ഭക്തരെ കൂട്ടി പൂജകളും നടത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. അതിനിടെ 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി 40 ദിവസത്തിന് ശേഷമാണ് തിരികെ സ്ഥാപിച്ചത്. ശബരിമലയിൽ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയോ എന്ന കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്തണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളായ 2 വ്യവസായികളെയും കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം നടക്കുന്നത്. അതേസമയം ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ടിലെയും ദേവസ്വം സബ് ഗ്രൂപ്പ് മാനുവലിലെയും വ്യവസ്ഥകൾ അനുസരിച്ച് ക്ഷേത്രത്തിലെ സാമഗ്രികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. ഇതിന് വിരുദ്ധമായാണ് 2019 LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടത്. നിലവിലെ ദേവസ്വം ബോർഡും നിയമവിരുദ്ധമായാണ് ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും അതേ സ്പോൺസർ വഴി ചെന്നൈയിലേക്ക് കടത്തിയത്. 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ 2019 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയത് എന്തിനാണ്? ഇതിനു പുറമെയാണ് 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കടത്തിയത്. സർക്കാരും ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും അറിയാതെ ഈ നിയമലംഘനങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പാണ്. സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സർക്കാരിനും ദേവസ്വം ബോർഡിനും എന്ത് ബന്ധമാണ് ഉള്ളത്? ഇയാൾ ആരുടെ ബിനാമിയാണ്? സ്വർണ്ണപീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെത്തിയെന്ന് പറയുമ്പോഴും അയാളെ പ്രതിയാക്കാത്തത് എന്തുകൊണ്ടാണ്? ദ്വാരപാലക ശില്പത്തിൽ നിന്നും എത്ര കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത്? ഇതെല്ലാം ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരണം.
അതിനിടെയാണ് വ്യവസായി വിജയ് മല്യ 1998 സ്വർണ്ണപൊതിഞ്ഞ് സമർപ്പിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ചെമ്പായി മാറിയതും വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. പാളി അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. പാളികൾ ചെമ്പായിരുന്നുവെങ്കിൽ സ്വർണം ആര് കൈവശപ്പെടുത്തി എന്നതിലാണ് ദുരൂഹത. 30.3 കിലോഗ്രാം സ്വർണമാണ് ശ്രീകോവിലടക്കം സ്വർണം പൊതിയാൻ മല്യ ഉപയോഗിച്ചത്. ഇത്രയും സ്വർണം ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ലെങ്കിൽ അന്നത്തെ ബോർഡും ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാകും. ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണപാളികൾ സ്പോൺസറായി അവതരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി 39ാം ദിവസമാണ് ചെന്നൈയിലെത്തിച്ചത്. അവിടെ കണ്ടത് ചെമ്പായിരുന്നുവെന്ന് മുൻ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ പറയുന്നു. പാളികൾ അഴിച്ചെടുക്കുമ്പോൾ മറ്റൊരാളായിരുന്നു കമ്മീഷണർ. എന്നാൽ തുടർന്ന് ചുമതലയേറ്റ തനിക്കായിരുന്നു സ്വർണം പൂശാനുള്ള മേൽനോട്ടം. ചെന്നൈയിലെത്തി പരിശോധിച്ചപ്പോഴാണ് പാളികൾ ചെമ്പാണ് എന്ന് കണ്ടത് എന്നാണ് രാധാകൃഷ്ണൻ വിശദീകരിച്ചിരിക്കുന്നത്. ദ്വാരപാലകരെ പൊതിഞ്ഞ ചെമ്പുപാളികളും തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞ ചെമ്പ് തകിടുകളും കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് തന്നെ പോറ്റിയുടെ അവിഹിത ഇടപെടൽ വ്യക്തമാക്കുന്നതും നിയമവിരുദ്ധവുമാണ്. ദേവസ്വം ചട്ടം ലംഘിച്ചാണ് പോറ്റി ഇവർ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. 38 ദിവസം ഈ പാളികൾ എവിടെയായിരുന്നുവെന്ന ചോദ്യത്തിന് പോറ്റിയും ഉത്തരം നൽകണം. അന്ന് കൈകാര്യം ചെയ്തതുപോലെ ഈ മാസം ആദ്യവും സ്വർണം പൂശാൻ താൻ തന്നെ കൊണ്ടുപോകാമെന്ന് പോറ്റി വാശി പിടിച്ചുവെങ്കിലും ദേവസ്വം ബോർഡ് അനുവദിച്ചില്ല. എന്തായാലും ശബരിമലയിൽ അട്ടിമറികൾ നടന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ ഒരു പിടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും.